പുസ്തകത്തിൽ നിന്ന് തിരുമേശയിലേക്ക് ശുശ്രൂഷിക്കാനായി പോവുകയാണ്. നമുക്ക് ഒരു വാക്യം ആ സമയത്ത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷങ്ങളിലേക്ക് വരാം. അതിനെ 6-ാം അധ്യായം എടുക്കാം. 53 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു അവരോട് പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കർത്താവ് പറഞ്ഞ പ്രധാന വാക്കുകളിൽ ഒന്നാണ് മനുഷ്യപുത്രന്റെ ശരീരം തിന്നാതെയും അല്ലെങ്കിൽ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. അടുത്ത വാക്ക, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. അടുത്ത വാക്ക, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒടുക്കത്തെ നാളിൽ അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അടുത്തത്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും, നിങ്ങൾ ആ വാചകം എല്ലാവരും കൂടെ എന്ന് പറഞ്ഞേ, എന്റെ മാംസം തിന്നുകയും എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ, എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ തിരുമേശയിൽ പങ്കെടുത്തിരുന്ന രീതിക്ക് ഇന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് പ്രധാനമായിട്ട് അന്നത്തെ പ്രസംഗ വിഷയം യേശു കാൽവറിയിൽ മരിച്ചു, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നതായിരുന്നു പ്രധാന പ്രസംഗ വിഷയം. അതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. യേശുവിൻ്റെ കാൽവറിയിലെ മരണവും എൻ്റെ കർത്താവിൻ്റെ രക്തത്താലുള്ള എനിക്കുണ്ടായ പാപമോചനവുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരുത്തുവാനിടയാക്കിയത്. എന്നാൽ ഈ തിരുമേശ അത് മാത്രമല്ല പറയുന്നേ. മേശ ചില കാര്യങ്ങൾ കൂടെ പറയുന്നതാണ് നമ്മൾ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ, അടുത്ത വാചകം എഴുതിയിരിക്കുക, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറഞ്ഞ ഈ മേശ നിങ്ങളോട് പറയുന്നത് അവനും നിങ്ങളും ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പ് തരുന്നതാണ് ഈ മേശ എന്ന് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞേ? യേശുവുമായിട്ട് ഞാൻ ഒന്നായി ചേർന്നത് നമുക്കൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സത്യത്തിൽ ഈ മേശ എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, പൗലൂസ് പറഞ്ഞു, അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. അതുകൊണ്ട് തന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചെയ്തു, ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞു. പൗലോസ് അങ്ങനെ പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ അപ്പം തിന്നുകയും എൻ്റെ ശരീരം തിന്നുകയും അല്ലെങ്കിൽ അപ്പം തിന്നുകയും രക്തം കുടിക്കുക അല്ലെങ്കിൽ ഈ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുകയാണ്. അപ്പോൾ ഒരു പാപം ഏറ്റുപറയൽ മാത്രമല്ല അവിടെ നടക്കുന്നേ, പകരം യേശു വസിക്കുന്നു എന്ന ഓർമ്മ നമ്മുടെ അകത്തേക്ക് വരികയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്നറിയോ? ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോഴേ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയതായി മനസ്സിലായൊരു കാര്യമാണ്, ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ ആകെ തുക എന്താണ്? ഏറ്റവും ആദ്യത്തെ വാചകം, ദൈവത്തിന് നമ്മളോട് കൂടെ വസിക്കാൻ ആഗ്രഹമുണ്ട്. പുതിയ നിയമം എന്താന്ന് പറയട്ടെ, ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ കൂടെ ഉണ്ടോ? സർവശക്തനായവൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയനായവൻ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് ക്രിസ്തീയ ജീവിതം. എന്നോട് കൂടെ ഒന്ന് പറഞ്ഞേ, ഇമ്മാനുവേൽ, ദൈവം നമ്മളോട് കൂടെ. എല്ലാ ഞായറാഴ്ച തിരുമേശ എന്തിനാ? എല്ലാ ആഴ്ചയിലും അല്ല, എല്ലാ ദിവസവും നടത്താൻ പറ്റിയിരിക്കും നല്ലതായിരുന്നു. കാരണം നമ്മുടെ അകത്ത് യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന ബോധ്യത്തിൽ വളരുന്നതാണ് എൻ്റെ ജയത്തിൻ്റെ കാരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാ നമ്മുടെ വിജയത്തിൻ്റെ കാര്യം എന്തുവാ? യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന ബോധ്യത്തിൽ വളരുന്നതാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ എങ്ങനെ എല്ലായിടത്തും ജയിക്കുന്നത്? പ്രാർത്ഥിക്കുവോ? സത്യത്തിലല്ല. ഉപവസിക്കുവോ? സത്യത്തിലല്ല. എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ നിങ്ങളോട് സിമ്പിളായി പറയാം. ദൈവത്തിനും പറഞ്ഞു, യേശു എൻ്റെ ഉള്ളിൽ, ആമേൻ, ഞാൻ അവൻ്റെ ഉള്ളിൽ, ആമേൻ, യേശു എൻ്റെ ഉള്ളിൽ,
ഞാൻ അവന്റെ ഉള്ളിൽ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചോണ്ട് പറഞ്ഞേ, യേശു എൻ്റെ ഉള്ളിൽ, ഞാൻ അവന്റെ ഉള്ളിൽ. അപ്പൊ വിജയത്തിന്റെ രഹസ്യം എന്തുവാ? സോ സിമ്പിൾ. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന ബോധ്യമാണ് വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഒരു നല്ല ഹാലോലയ പറഞ്ഞാൽ, ശബ്ദകർത്തരി ഹാലോലയ പറഞ്ഞാൽ. ഈ ആളുകളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെങ്ങനെ അതിനെ നേരിടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അവർ സാധാരണ നിലവിളിക്കും. അങ്ങനെ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ, കരയും അല്ലേ? കരയാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതോ ഇങ്ങനെ ഇരിക്കുമോ പ്രശ്നം വന്നാ? നിങ്ങൾ എന്ത് ചെയ്യും? പറ. കരയും. രണ്ടെന്ത് ചെയ്യും? നിലവിളിക്കും. രണ്ടാമത്തെ രീതി അതാ. നമ്മളെല്ലാവരും അങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ വിശ്വാസി അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ചും കൂടെ മനസ്സിലാക്കിയുള്ള ആളുകൾ പറയും പ്രാർത്ഥിക്കുമെന്ന് പറയും. ചില ആളുകൾ പറയും ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയും. കുറച്ചും കൂടെ മുന്നോട്ട് പോയ ചില ആളുകൾ പറയും ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, ഞാൻ ദൈവദിനത്തിൽ നിന്ന് ഉറപ്പോടെ നിൽക്കുക എന്ന് പറയും. പക്ഷെ ചിലരൊന്നും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നവർ പോലും ജയിക്കുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം ചില ആളുകൾ എന്ത് ചെയ്യും? നിലവിളിക്കും. ചില ആളുകൾ കരയും. ചില ആളുകൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമെന്ന് പറയും. ആ പ്രാർത്ഥന വിജയമല്ലേ സോളി? അതെ. ചില ആളുകൾ എന്ത് പറയും? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും അല്ലേ? വിശ്വസിക്കുന്ന ആളുകളിൽ കുറച്ചു പേരും കൂടെ പറയും ഞാൻ ദൈവദിനത്തിൽ ഉറച്ചിരിക്കുക എന്ന് പറയും. ഇങ്ങനെ പറയുന്ന ആളുകൾ എല്ലാവരും ജയിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. എന്തുകൊണ്ടായിരുന്നു അവർക്ക് ജയിക്കാത്ത? വാട്ട്സ് ദ റീസൺ? നിങ്ങളൊരു വാക്യത്തിലേക്ക് വരാമോ? ഒരു വാക്യത്തിലേക്ക് വരാമോ? എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 35-ാമത്തെ വാക്യവും. എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവിടെ എഴുതിക്കുന്നുണ്ടോ? മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്നാ കളയരുത്? മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എല്ലാവരും നിങ്ങൾ പറഞ്ഞേ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ധൈര്യത്തിന് പ്രതിഫലം ഉണ്ടെന്ന്? പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. വിശ്വാസത്തിന് നമുക്ക് പ്രതിഫലം ഉള്ളതായിട്ട് അറിയാം. ധൈര്യത്തിന് എവിടെയെങ്കിലും പ്രതിഫലം ഉള്ളത് കേട്ടിട്ടുണ്ടോ? ധൈര്യം കാണിച്ച ദൈവം പ്രതിഫലം തരുമോ? ബിജു പറയടാ. ധൈര്യം കാണിച്ച പ്രതിഫലം തരുമോ? നമ്മുടെ നിലയിലില്ല അങ്ങനൊന്നും. നമ്മുടെ നിലയിൽ ധൈര്യം കാണിച്ച പ്രതിഫലം തരുമെന്നുള്ള ചിന്തയൊന്നും ഇല്ല. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുക നിങ്ങളുടെ എങ്ങനെയുള്ള പ്രതിഫലം? സാധാരണ പ്രതിഫലമല്ലെന്ന്, ഭയങ്കര പ്രതിഫലമെന്ന്. പലപ്പോഴും വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം അറിയുന്ന നമുക്ക് പല മേഖലയിലും റിസൾട്ട് ഇല്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ കൂടെ ധൈര്യം ചേർക്കാത്തതാണ്. പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോ? പലരും ഉപവസിക്കുന്നുണ്ടോ? ഉണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ അതിനോടൊപ്പം എന്ത് തോന്നുന്നുണ്ട്? വചനം അറിയാം, പക്ഷെ അതിൻ്റെ കൂടെ എന്തില്ല എന്നറിയോ? അതിൻ്റെ കൂടെ വേദവചനം പറയാൻ ധൈര്യം കൂടെ ചേർക്കണമെന്ന്. ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾ യേശു കർത്താവ് വെള്ളത്തിൽ ശിഷ്യന്മാരുമായിട്ട് വള്ളത്തിൽ യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വേദവചനം പറയുന്നത് ഈ ലൂക്കോസ് 8:24 അവിടെ എഴുതിയിരിക്കുക യേശു ശിഷ്യന്മാരുമായി വെള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ യേശു ഉറങ്ങിപ്പോയി. ശിഷ്യന്മാർ യാത്ര ചെയ്തിരുന്ന വഞ്ചിയിലേക്ക് കാറ്റും കോളും ഉണ്ടായി. അവരെഴുന്നേറ്റ് നെഞ്ചത്തെടുത്ത് നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. യേശുവിനെ എഴുന്നേൽപ്പിച്ചു. യേശു എഴുന്നേറ്റു, ആ പടകിലേക്ക് കയറി നിന്നു. ആ കാറ്റിനോട് പറഞ്ഞു അടങ്ങ് എന്ന് പറഞ്ഞു. കാറ്റിനോട് പറഞ്ഞു ശാന്തമാകുക എന്ന് പറഞ്ഞു. കടലിനോട് പറഞ്ഞു അടങ്ങ് എന്ന് പറഞ്ഞു. അത് ശാന്തമായി. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കണേ. പ്രതിസന്ധിയുടെ നടുവിൽ
നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിലും ആ വിശ്വാസം ആക്ട് ചെയ്യുന്നത്, വിശ്വാസം പ്രതിഫലിക്കുന്നത്, അത് എഴുന്നേറ്റ് നിന്ന് അതിനോട് എതിർക്കുമ്പോഴാണ് ആ വിശ്വാസം ആക്റ്റഡ് ആകുന്നത്. എന്നാ ഞാൻ പറഞ്ഞേ? എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ആ വിജയം നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ആ വഞ്ചിക്കാതിരുന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ അത് ചിലത് ദൈവം ചെയ്യില്ല എന്നൊന്ന് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ആ വഞ്ചിക്കകത്തിരുന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാതെ ആ വഞ്ചിയുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വന്ന്, ആ കാറ്റിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വന്ന്, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അടങ്ങട എന്ന് പറയാൻ ആരാണോ ധൈര്യം കാണിക്കുന്നത്, അവിടെ വിജയത്തിന് വ്യത്യാസം വരുന്നേ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണേ, ഉപവസിക്കുന്നവരാ, വിശ്വസിക്കുന്നവരാ. പക്ഷെ ആ വിശ്വാസം ആക്ഷനിലേക്ക് വരുന്നത് അടങ്ങട എന്ന് പറയുന്നത്, നിക്കട അവിടെ എന്ന് പറയുന്നത്, അത് ആക്ഷനാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ കൂടെ വീര്യം കലർത്തണമെന്ന് പത്രോസ് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന്? വിശ്വാസത്തിന്റെ കൂടെ കുറച്ച് വീര്യം കൂടെ കയറ്റണമെന്ന്. നിങ്ങൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും യേശു വസിക്കുന്നേ. പക്ഷെ നിങ്ങളിൽ പലരും സക്സസ് അല്ല. ഞാൻ പലതിലും എല്ലാം മിക്കവാറും എല്ലാത്തിലും വിജയിച്ചാ നിൽക്കുന്നേ. അതിന്റെ കാരണം എൻ്റെ ഉള്ളിൽ ഒരുവനുണ്ട് എന്ന ബോധ്യത്തോടെ ചിലതിനോട് എതിർത്തതാണ്. എന്റെ അകത്ത് ബോധ്യം ഉണ്ടായാൽ മാത്രം പോരാ, ആ ബോധ്യത്തോടെ ചിലതിനോട് എതിർക്കാൻ തയ്യാറാകണം, ചിലതിനോട് എതിർക്കാൻ തയ്യാറാകണം. നടുറോട്ടിൽ ഒരു മനുഷ്യന് ഭിക്ഷയാചിച്ചിരിക്കുക. പൗലോസ് പറയുന്നത്, പത്രോസ് പറയുന്നത്, വെള്ളിയോ പൊന്നോ ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. ആദ്യത്തെ പരിപാടി, ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ഞാൻ ചെയ്യത്തില്ല. ഞാനാണ് അവിടെ പോയിട്ട് കാലിൽ തടവിട്ട് പറയും, ദൈവം സൗഖ്യമാക്കും കേട്ടോ, ഭാരപ്പെടേണ്ട കേട്ടോ, സങ്കടപ്പെടേണ്ട കേട്ടോ എന്ന് പറയത്തേ ഉള്ളൂ. പള്ളിയിലുള്ള ആളുകളും റോട്ടിലുള്ള ആളുകളും നിൽക്കുക. അതിന് നടുവിൽ ഇറങ്ങി ചെന്നിട്ട് നസ്രാനോ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ചു പൊക്കാൻ ഒരു ധൈര്യം വേണം. നമ്മൾ പറയുന്ന പോലെ അല്ല കാര്യം. ഈ റോഡ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കുറെ ആളുകൾ ടൂർ പോകാനായിട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പൊ സൈഡിൽ ഒരു തളർന്ന മനുഷ്യൻ ഇരിക്കാന്ന് വിചാരിക്കേ, നമ്മൾ പറയാം ആൾക്കാർ പോട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാന്ന് പറയാം. നിങ്ങൾ എന്താ വേണ്ടാത്ത? നിങ്ങൾ അങ്ങനെ അല്ലെന്നാണോ പറയുന്നേ? എന്താ വേണ്ടാത്ത? നമ്മുടെ വിശ്വാസം നമുക്കുണ്ടായ പോരെ, മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ വിശ്വസിച്ചാ പോരെ. അങ്ങനെയല്ല. ചിലതിൻ്റെ അടുത്ത് ചലഞ്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ, ചിലതിൻ്റെ അടുത്ത് വെല്ലുവിളി നടത്തുന്നെങ്കിൽ മാത്രമേ, ചിലതിൻ്റെ അടുത്ത് ചില ആളുകൾ പറയും വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാരാ, വിശ്വാസത്തിന്റെ കൂടെ ധൈര്യം കൂടെ വേണം. നിങ്ങൾക്കും എനിക്കും അറിയാത്തൊരു കാര്യമാ, വിശ്വാസമുള്ള പലർക്കും ആ വിശ്വാസത്തെ ആക്ട് ചെയ്യാൻ അറിയത്തില്ല. വിശ്വാസത്തെ ആക്ട് ചെയ്യുക എന്ന് പറയുന്നതിന്റെ പേരാണ് ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത്. വിശ്വാസത്തെ എന്ത് ചെയ്യണം? വിശ്വാസത്തെ മനുഷ്യർ കാണുന്ന വിധത്തിൽ പ്രകടമാക്കുന്നതിനെയാണ് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത്. വിശ്വാസത്തെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക, കാണത്തക്ക വിധത്തിൽ കൊണ്ടുവരിക. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വിശ്വാസത്തെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ കാണുന്ന രീതിയിൽ മനുഷ്യരെ ഭയപ്പെടാതെ. നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം കാണിക്കണം എന്ന് പറഞ്ഞ വിശ്വാസം എന്ത് ചെയ്യണം? എങ്ങനെയാ വിശ്വാസം കാണിക്കുന്നത്? വിശ്വാസം കാണിക്കുക എന്ന് പറയുന്നത് അത് പ്രയാസമുള്ള കാര്യമോ? അന്ന് നമുക്ക് എവിടെയാ നമ്മുടെ പല തോൽവിയുടെയും കാര്യം എന്ന് പറയുന്നത്? നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ
മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്ത നമ്മളെ ഭരിച്ചു കളയും. ഇരിക്കും. എന്നതാ ഞാൻ പറഞ്ഞേ? മറ്റുള്ളവർ എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും. നിങ്ങളൊന്നും പറയാത്ത എന്താ? ഞാൻ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നു വരുന്ന കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അതല്ലേ നമ്മളെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നേ. ആണെന്നോ അല്ലെന്നോ? ആണ്, അതാണ് സത്യത്തിൽ അങ്ങനെയാണ്. എനിക്കിഷ്ടമുള്ളൊരു വാചകം വായിക്കാം. ഒന്ന് ഇവിടേക്ക് വരാമോ? നിങ്ങൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാമോ? 1-ാം അധ്യായം എടുക്കാവോ? 6-ാം വാക്യം നിങ്ങൾ വായിക്കാവോ? അതിന് 5 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചാലും നല്ലതാ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ദൈവം യോശുവോട് പറയാം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒറ്റ മനുഷ്യൻ നിൽക്കത്തില്ല. അടുത്തതാ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ മോശയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഓക്കെ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും ആ വാചകം ഒന്നും കൂടെ വായിച്ചു. ബിജു ആ വാചകം ഒന്ന് വായിച്ചേ. ബിജു ഒന്ന് വായിച്ചേ. ആദ്യം മുതൽ വായിച്ചേ. ഞാൻ നിന്റെ ജീവിതകാലത്ത് ഒരു നാളും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അടുത്ത വാക്ക്, എല്ലാവരും വാചകം പറഞ്ഞു. എന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും എന്റെ നേരെ നിൽക്കത്തില്ല. അടുത്ത വാചകം, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. എല്ലാവരോടും പറഞ്ഞു, മോശയോട് കൂടി ഇരുന്നത് പോലെ എന്റെ കൂടെ ഇരിക്കും. അടുത്ത വാക്ക്, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല. ആരെ ഈ പറയുന്നയാളെന്ന് പറയോ? ദൈവം പറയുവോ? ആരോട് പറയുവോ? യോശുവോട് പറയാം. എന്താ യോശുവോട് പറയുന്നത്? ഞാൻ എങ്ങനെയാണോ മോശയോട് കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ നിന്റെ കൂടെ ഇരിക്കും. മോശയോട് കൂടെ ഉണ്ടായിരുന്ന രീതി അറിയത്തില്ലേ? സമുദ്രത്തെ രണ്ടാക്കി, ആകാശത്ത് നിന്ന് മന്നയിറക്കി, കാടപക്ഷികളെ കൊണ്ടുവന്നു, പാറയെ പിളർന്നു, യുദ്ധങ്ങളെ ജയിച്ചു, ശത്രുവിനെ ഇല്ലാതാക്കി. അസാധാരണമായ കാര്യങ്ങൾ. അന്ന് വരെ മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ മോശയിലൂടെ ദൈവം ചെയ്തത്. പിന്നീട് ആരിലൂടെ അങ്ങനെ ചെയ്തില്ല. ദൈവം പറയാം, ഞാൻ മോശയോട് എങ്ങനെ ഇരുന്നോ അതുപോലെ നിന്റെ കൂടി ഇരിക്കും, ഞാൻ നിന്നെ കൈവിടത്തില്ല. ദൈവം പറയുന്നേ, ഉപേക്ഷിക്കത്തില്ല. എന്നിട്ട് അടുത്ത വാചകം വായിക്കാം നിങ്ങൾക്ക്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ദൈവം അവനോട് പറയുമോ? എന്ത്? വാ ഇവിടെ വന്ന് നിന്നേ. ഇത് ജോഷുവാന്ന് വിചാരിച്ചു, ഞാൻ ദൈവമെന്ന് വിചാരിച്ചു. നിന്റെ കൂടെ ഞാൻ ഇരിക്കാം കേട്ടോ. ആരോട് കൂടി ഇരുന്ന പോലെ? മോശയോട് കൂടി ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടി ഇരിക്കാം. എന്നിട്ട് പറയുക, ധൈര്യമുള്ളവനായിരിക്കണോടാണ്. എന്നെ പരിപാടി എന്നാലോചിച്ച് നോക്ക്. കുറച്ച് വൃത്തിയുടെ അതിനകത്തുണ്ട്. എടാ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞ പിന്നെ ആർക്കെങ്കിലും പിന്നെന്തിനാ അയാൾക്ക് ധൈര്യത്തിന്റെ ആവശ്യം? എന്തിനാ? ആ വാചകം ഒന്ന് സുള്ളി വായിച്ച്. ഉറപ്പും, എന്തുറപ്പ് വേണം? പറ, നിങ്ങൾ പറ. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ആർക്ക് വേണം? ദൈവം കൂടെ ഉണ്ടാവുമെന്ന് ആരോട് പറഞ്ഞിരിക്കുവോ? പറ. ജോഷുവോട് പറഞ്ഞിരിക്കുവോ? ജോഷുവോട് പറഞ്ഞിട്ട് പറയുവാൻ, നീ ധൈര്യപ്പെട്ടിരിക്കണമെന്ന്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എവിടെ ഒരു പെശകില്ലേ ബിജു? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട്? ദൈവം പറയാൻ, ഞാൻ മോശയോട് കൂടി ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടി ഇരുന്നോളാം, പക്ഷെ നീ ധൈര്യപ്പെട്ടിരുന്നോണെന്ന്. എന്ന് പറഞ്ഞാൽ ധൈര്യം ചോർന്നുപോയ ദൈവം കൂടിയിരിക്കുന്നത് വെളിപ്പെടില്ലേ? ഉറപ്പില്ലെങ്കിൽ, അവൻ ഉറപ്പില്ലെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ അവന്റെ കൂടെ ഇരുന്നാ പറയാ, ഉറപ്പില്ലാത്തതിന് ദൈവം കൊണ്ട് നടക്കില്ലേ? നിങ്ങൾ പറ. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായേ, ദൈവം കൂടിയിരിക്കാൻ റെഡിയാ, പക്ഷെ ഇവന് ഉറപ്പും ധൈര്യവും ഇല്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ദൈവമാണ്, ഇവന്റെ കൂടെ ഇരിക്കാൻ തയ്യാറാണ്, പക്ഷെ ഇവനെന്തില്ല? ദൈവം കൂടുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഇവൻ ആ ഉറപ്പിൽ ചിലത് ചെയ്യാനായി തുടങ്ങണം. ആ ധൈര്യത്തിൽ ഇവൻ മൂവ് ചെയ്യാനായി തുടങ്ങണം. എങ്കിലേ ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോഷിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ആ വെള്ളം കര കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ അടുക്കലേക്ക്
പോണമെന്നല്ല കർത്താവ് പറഞ്ഞേ, ആ കാരകവിഞ്ഞ് ഒഴുകുന്ന നദിയുടെ മേളിലേക്ക് ചവിട്ടണം. ഇപ്പൊ നിങ്ങൾ കൈയടിച്ചു, നിങ്ങൾ ചെന്ന് നോക്ക്. നമ്മുടെ വീടിന് മുമ്പിലൂടെ തോട് ഒഴുകുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും വെള്ളം ഒഴുകുന്ന സമയമോ, ആ തോടിന്റെ അടുക്ക് നിങ്ങൾ നോക്കൂ. ഒരു നദി ഒഴുകുന്നതിന്റെ വട്ടത്ത് പോവോ നിങ്ങൾ? നീന്തൽ അറിയുന്ന പോലെ ഒരു പോവില്ല. അതിന്റെ നടുവിൽ ഒരാൾ എന്ന് പറയുന്നത് യോർദാന്റെ കരയിലോട്ട് ഇറങ്ങണം. കരയിലോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, നിങ്ങൾ പറ, അതിനെന്ത് വേണം ബിജു? ധൈര്യം വേണം. പറഞ്ഞത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കൈയടിക്കുക. ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ നീ ആ കരയിലോട്ട് ചവിട്ടാനുള്ള ധൈര്യം ദൈവമല്ല കാണിക്കേണ്ടത്, നീ ആ ചെയ്യേണ്ടത്. ഉത്തരവാദിത്വം ദൈവത്തിന്റെ, ഉത്തരവാദിത്വം ദൈവത്തിന്റെ. കൈകളടിക്കുന്ന ഒരു നല്ലവണ്ണം കൈയടിച്ചു ആമേൻ പറ. നീ അതിനകത്ത് ഇറങ്ങേണ്ടത് ഉത്തരവാദിത്വം ആർക്കുള്ളതാ? നിനക്കുള്ളതാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും എന്റെയും പരാജയം എന്ന് പറയുന്നത് യോർദാന്റെ നടുവിൽ വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നവരാ നമ്മള്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാ. പക്ഷെ കരേന്ന് വെള്ളത്തിലൂടെ തൊടാൻ നമുക്ക് എന്തില്ല, ഉറപ്പില്ല. എന്നാൽ ഉറപ്പോടെ അതിലേക്കൊന്ന് ചവിട്ടാൻ തയ്യാറായാൽ എന്റെ ദൈവം ചിലത് ചെയ്യാനായി തുടങ്ങും. Come on, come on, come on. എന്റെ മുമ്പിലെ പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ അത് ദൈവം ചെയ്തു എന്ന ധൈര്യത്തിൽ മുന്നോട്ടിറങ്ങാൻ നമ്മൾ തയ്യാറല്ല. ശരിയായിട്ട് ഇറങ്ങാനേ നമ്മൾ തയ്യാറുള്ളൂ. ശരിയായിട്ട് ഇറങ്ങാൻ ആരും വേണ്ട. ആരാ ധൈര്യം കാണിക്കുന്നത്, അവരുടെ കൂടെയാ ദൈവം നിൽക്കുന്നത്. 12 ശിശുമാരും വള്ളത്തിൽ ഇരിപ്പുണ്ട്. ആരും ധൈര്യം കാണിച്ചില്ല ആ കടലിനെ നോക്കിയിട്ട് പറയാൻ, കാറ്റിനോട് കൽപ്പിക്കാൻ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വസിക്കുന്നവരെയാണ് ദൈവം വിടുവിക്കുന്നെന്ന് പറഞ്ഞാൽ 100 വട്ടം ശരിയാ. പക്ഷെ ആ വിശ്വാസം പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. ആമേൻ. പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണം? അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. നടു റോഡിയിരിക്കുന്ന ആ മുടന്തിന്റെ അടുക്ക ചെന്നിട്ട് ആൾക്കാര് നോക്കി നിൽക്കുമ്പോ, നിങ്ങൾക്കറിയോ, ബെത്സൈദ കൊളക്കര ചെന്നിട്ട് ഒരു തളർന്ന് കിടക്കും മനുഷ്യൻ കിടക്കും 38 കൊല്ലം. 1 കൊല്ലം 6 മാസമൊക്കെ ആയതാണെങ്കിൽ അറ്റൻഡ് ചെയ്യാനെങ്കിലും ധൈര്യം ഉണ്ടാവും. 38 കൊല്ലമായിട്ട് കിടക്കുക. ആ കിടക്ക പോലും നശിച്ചു കാണും. 38 കൊല്ലമായിട്ട് കിടക്കുക. ഇവന് 20 വയസ്സായിട്ടുള്ളൂ. ഇന്ന് ഇവന്റെ ഇരട്ടി പ്രായമായിട്ട് പുള്ളിയോടെ കിടക്കുക. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അയാളുടെ നിന്ന് ആശ്വാസവാക്ക് പറയാനേ തോന്നത്തുള്ളൂ. കാരണം ഒരു ആയിരക്കണക്കിന് ആളുകൾ നടുവിൽ നിൽക്കുക. ആളുകൾ ആരും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാനെ. നടന്നാലോ, ഒരുപക്ഷെ സൗഖ്യം ആയാലോ. നിങ്ങൾ എന്തൊന്നും വേണ്ടാത്ത ശബ്ദകർത്തി ഹല്ലേലൂയ പറയാത്ത. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം ചർച്ചിൽ ടെസ്റ്റ് മണി കണ്ടു. ആ ചർച്ചിൽ ആ ടെസ്റ്റ് മണിയുടെ പ്രാർത്ഥിക്കുന്നയാൾ ചർച്ചയിൽ വരാറില്ല. കാരണം ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, IC യൂണിറ്റിലാണ്. ഇവർ പോയിട്ട് വെന്റിലേറ്ററിൽ കിടന്ന ജോലിയുടെ വ്യക്തിയുടെ അടുത്ത് ചെയ്തിട്ട് പറഞ്ഞു, വെന്റിലേറ്റർ ഒരിക്കോ കർത്താവ് നിങ്ങൾ സൗഖ്യമാക്കും മതി. നേഴ്സാണ് അതിനകത്തുള്ളത്. അവർ സൗഖ്യമായി. എന്നിട്ട് സാക്ഷ്യം വന്ന് പറഞ്ഞു. അതിനും വേണം ഒരു ധൈര്യം. എന്ത് വേണം? ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള തൃശ്ശൂരുള്ള ഒരാള്, ബ്രദർ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, ചിലപ്പോൾ തെറി പറയുകള്. ഞാൻ പോയിട്ട് അയാളോട് സുവിശേഷം പറഞ്ഞോട്ടെ. നമ്മൾ നേരത്തെ എത്ര തെറി കേട്ടിട്ടില്ല. സുവിശേഷം പറഞ്ഞിട്ട് തെറി കേൾക്കുന്നൊരു വേറെ സുഖമല്ലേ? നിങ്ങളൊന്നും വേണ്ടത്. വിശ്വാസമൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. ദൈവം എൻ്റെ കുടുംബത്തെ രക്ഷിക്കും, ഉറപ്പാണ്. പക്ഷെ എന്തെന്ന് ചെയ്തിട്ടുള്ളത് വരെ നിങ്ങളൊന്നും വേണ്ടാത്ത. മോശയോട് കൂടിയിരുന്ന പോലെ ഞാൻ നിന്റെ കൂടി ഇരിക്കാം. ഒരു മനുഷ്യനും നിന്റെ നേരെ നിവർന്നു നിൽക്കത്തില്ല. പക്ഷേ ആ നിവർന്നു നിൽക്കത്തില്ലെന്ന് ധൈര്യത്തോടെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നീ തയ്യാറാവണം.
അറ്റൻഡ് ചെയ്യാൻ മാത്രം നമ്മളില്ല, ദൈവം എന്നെ നിർത്തും. നിങ്ങൾ ശ്രദ്ധിക്കാവോ, 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്തെ ഞാൻ അവർക്ക് കൊടുക്കും. നീ ഈ ജനത്തിനെ അവകാശമായിട്ട് അതിനെ വിഭാഗിക്കും. നിങ്ങൾ അറിയണേ, അങ്ങനെ വാക്ക് പറഞ്ഞിട്ട് ആദ്യം പുള്ളി ചെന്ന് നിൽക്കുന്നത് മരണ യോർദാൻ എന്ന് വിളിക്കുന്ന ആളുടെ മുമ്പിലാണ്. കാരകവിഞ്ഞ് ഒഴുകിയിരിക്കുക. അപ്പം എൻ്റെ കാരണം മനസ്സിലായോ? യേശു കൂടി ഇരിക്കും എന്നത് സത്യമാണ്. നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ അത് കള്ളമാണ്. പ്രതിസന്ധി ഉണ്ടാകും, പക്ഷെ ആ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ അപ്പം കൂടെ നിൽക്കും. ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നമ്മൾ സാധാരണ പറയുന്നത്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ ഈ വേദന എല്ലാം കൂടെ എൻ്റെ തലയില്. ബാക്കി നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവമേ ഈ പ്രശ്നമൊന്ന് പറ. നിങ്ങൾ ആരും അങ്ങനെ പറയില്ലേ? എനിക്ക് തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ അങ്ങനെ പറയാം. അടുത്തത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എന്ത് ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഇതൊക്കെയാ ചിലർ ചോദിക്കുന്നേ. എങ്ങനെയാ, ബ്രദറെ എന്റെ തലയ്ക്കൊന്ന് നന്നായിട്ട് പിടിക്കണം, ബ്രദർ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ബ്രദർ എന്ത് ചെയ്യുന്നില്ല? നന്നായിട്ട്. നീ അറിയേണ്ടത്, ഈ ഉറപ്പും ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം അല്ല കേട്ടോ. ഇനി 7-ാമത്തെ വാചകം വായിക്കാം. 7-ാമത്തെ വാചകം, എന്റെ ദാസന മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിനെ നല്ല ഉറപ്പും ധൈര്യവും. അടുത്ത വാചകം പറയാ, നീ എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, 2-ാമത്തെ പ്രാവശ്യം പറഞ്ഞു ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഇനി 9-ാമത്തെ വാചകം വായിച്ചേ. 9-ാമത്തെ വാചകം വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തേക്കും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളതുകൊണ്ടെങ്കിൽ ഇതിനെ ഉറക്കേണ്ട ആവശ്യം. നമ്മൾ അറിയേണ്ടത് 3 പ്രാവശ്യം ആവർത്തിച്ച് ദൈവം പറയുക, ഉറപ്പുള്ളവനായിരിക്കേ. അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾ 3 പ്രാവശ്യം പറ, ഉറപ്പുള്ളവനായിരിക്കേ, ധൈര്യമുള്ളവനായിരിക്കേ. പറ, ഒന്നും കൂടെ പറ, ഉറപ്പുള്ളവനായിരിക്കേ, ധൈര്യമുള്ളവനായിരിക്കേ. ഒന്നും കൂടെ പറ, ഉറപ്പുള്ളവനായിരിക്കേ, ധൈര്യമുള്ളവനായിരിക്കേ. ഇനി പറ, നിന്റെ മോളുടെ കല്യാണം നടക്കും, പ്രശ്നമൊന്നുമില്ല. പാണ്ടായാലും നിന്നെ കെട്ടാൻ ആള് വരും, ഉറപ്പാണ്. ഒന്ന് കൈയടിച്ചു രാമ്യം പറഞ്ഞു, നിന്റെ വീട്ടിലെ ജപ്തി നടക്കത്തില്ല. പറ, ഈ കടഭാരം കൊണ്ട് നീ മുങ്ങിപ്പോകത്തില്ല. ഒന്ന് പറ ധൈര്യത്തോടെ. ഈ പ്രശ്നത്തിന് നടുവിൽ അവനെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ അതിനെ മറികടക്കും. ഉറപ്പുള്ളവനാക, ഉറപ്പുള്ളവനാക. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നീ തകർന്നു പോകത്തില്ല. ഉറപ്പുള്ളവനാക. നീ നിന്റെ വാ തുറന്ന് പിറുപിറുക്കരുത്. ദൈവം എവിടെയെന്ന് ചോദിക്കല്ലേ. ഉറപ്പുള്ളവനാക. ദൈവം എവിടെയെന്ന് ചോദിക്കല്ലേ, ഉറപ്പുള്ളവനാക. അതിനെയാ കർത്താവ് പറഞ്ഞ് മഹാപ്രതിഫലം അതിനുള്ളത്. ഇതുവരെ ആർക്കും കിട്ടാത്ത പ്രതിഫലം ഉള്ളത്. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നവന് മഹാ പ്രതിഫലം ഉള്ളതാ. എബ്രായ ലേഖകൻ പറയുക, അവൻ നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അടുത്ത വാചകം എനിക്ക് ഇഷ്ടമുള്ള, മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും? നിന്നോട് ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Come on, come on, come on, come on. Dinanana saladarano. Jidanana saladarato. Jadanana saladarato. ഞാൻ തിരുമേശയുടെ മെസ്സേജാ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? പറ. ബിജു എന്ന് പറഞ്ഞ ഒരാള് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. കേട്ടോ. ഈ ഉള്ളിലുള്ള ആള് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ കാര്യം സാധിക്കുമോ?
അല്ല, ബിജുവിന്റെ ഉള്ളിൽ ഇപ്പൊ ആരുണ്ട്? ഒരു തുണി എങ്ങനെ തരാവോ? ഒരു ഷോളോ എന്തെങ്കിലും തരാവോ? ബിജുവിന്റെ ഉള്ളിൽ ആരുണ്ട്? യേശുവ. വിട്ടോ, ഞാൻ പിടിച്ചോളാം. ഇത് യേശുവ. ഇത് ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളിലുണ്ട്. ഇതാരാണ്? പറ. പ്രശ്നം വരുമ്പോ പുള്ളി ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞു വരുവോ? അപ്പൊ നിങ്ങൾ യേശു ചെയ്യുന്നു പറയുന്നത് പറ. നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടോ ഇല്ലയോ? പറ. എങ്ങനെയാ കാര്യങ്ങൾ യേശു ചെയ്യുന്നേ? അപ്പോ പ്രശ്നം വരുമ്പോ യേശു ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ പുറത്തിറങ്ങുമോ? പിന്നെ ഉണ്ട്, ഒരാള് വായോണ്ട് പറയും. പിന്നെ അടുത്ത ആള് ഒന്നും ചെയ്യണ്ട. അതാണ് അടുത്ത പ്രശ്നം. അടുത്തതാ പറ. അണ്ണാ, നിങ്ങളുടെ തലയിൽ ഇല്ല കാര്യം കണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? പ്രശ്നം വരുമ്പോ കുറേശ്ശെ പുറത്തിറങ്ങുമോ? പിന്നെ യേശു വഴി തുറക്കും. അടുത്തതാ, യേശു ഒന്നും ചെയ്യില്ല. യേശുവിന് പകരം നിങ്ങളാണ് ചെയ്യേണ്ടതാ. അവൻ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളാ ചെയ്യേണ്ടതാ. മനസ്സിലാവുന്നോ? നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? നിങ്ങൾ കൈ ഉയർത്തിയാൽ നിങ്ങളുടെ കൂടെ അവനും കൈ ഉയർത്തുക. നിങ്ങൾ വാ തുറന്നാൽ യേശു വാ തുറക്കുക. നിങ്ങൾ നോക്കിയാൽ യേശു നോക്കുക. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ പറയുന്നത്, കർത്താവേ നീ എന്തെങ്കിലും ചെയ്യണേ. കർത്താവ്, എടാ നീ എന്തെങ്കിലും ചെയ്യടാ, കൂടെ ഞാൻ ഇരുന്നോളാടാ. കർത്താവേ നീ എന്തെങ്കിലും ചെയ്യുവല്ല, കർത്താവ് ചെയ്തോണ്ടായിരിക്കുന്നേ. നീ ചെയ്താ മതി, അവൻ നിന്റെ കൂടെ ഇരുന്ന് ചെയ്തോളും. നീ കൈ നീട്ടിയാൽ അവൻ കൈ നീട്ടുവാണ്. നീ നോക്കാൻ തുടങ്ങിയാൽ അവൻ നോക്കാൻ തുടങ്ങുകയാണ്. നീ നടന്നാൽ അവൻ നടക്കുകയാണ്. യോർദാനെ, യോർദാനെ നീ കരകവിഞ്ഞൊഴുകുക. യെസ്, ഞങ്ങൾ അതിനെ ചവിട്ടിയാൽ, ഞാൻ ചവിട്ടുന്ന സെക്കൻഡ് മുതൽ അതിന്റെ നടുവിലൊരു വഴി തുറന്നു വരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്ക് ഒരു ഹല്ലേലൂയ പറ. ആര് ചവിട്ടണം? ആര് ചവിട്ടണം? ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ചവിട്ടത്തില്ല. നീ ചവിട്ടിയാൽ വഴി തുറക്കുകയാണ്. പറ, ദൈവം വഴി നേരിട്ട് ഇറങ്ങത്തില്ല. നീ ചവിട്ടുമ്പോ ആര് ചവിട്ടുവാ? നമ്മളെല്ലാവരും പറഞ്ഞു കണ്ടോ, ദൈവം ചെയ്യും, ദൈവം ചെയ്യും. ഒരാള് പറഞ്ഞ എന്തുവാ? ദൈവം എന്തു ചെയ്യും? വാ തുറന്നാ മതി. വാ തുറന്നാ മതി, ശരിയാ. പക്ഷെ വാ തുറന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? നീ എന്താണോ സ്വപ്നം കണ്ടത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദൈവം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ചാടി ഇങ്ങനെ വെളിപ്പെട്ട് ചെയ്യത്തില്ല. നീ ചെയ്യാൻ തയ്യാറായ കടലിനെ രണ്ടാക്കാൻ മോശയോട് കർത്താവ് പറഞ്ഞു. അതിനെന്താ കർത്താവ് പറഞ്ഞെന്നറിയോ? നിന്റെ കൈ ആ കടലിനെ നേരെ പിടിക്കണം, അല്ലാതെ കർത്താവിന് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പറ, ഏതിന്റെ മേലെ കൈ നീട്ടാൻ പറഞ്ഞു? എന്റെ കൈക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ഉണ്ട്. എന്റെ കൈ എന്ന് പറയണ അവന്റെ കയ്യാ. അതുകൊണ്ടാ നീ ആരെങ്കിലും കൈ തൊട്ട് പ്രാർത്ഥിച്ചാൽ അയാളിൽ സൗഖ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞതാ. എന്റെ കൈയല്ല.
നീ ആ മലയോട് കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുമെന്ന. നിന്റെ വായല്ല, നിന്റെ വായാന്ന്. ഈ മലയോട് നീ പറയണമെന്ന്. നീ പറയാതെ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. രോഗികളായ ആളുകളുടെ തലയിൽ എന്ത് ചെയ്യണമെന്ന്. കാറ്റിനോട് നീ എന്ത് ചെയ്യണം? പ്രവചിക്കണമെന്ന്. ഈ നിഹിതന്മാർ എഴുന്നേൽക്കേണ്ടതിനെ നീ പ്രവചിക്കണമെന്ന്. ദൈവം നേരിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടതെല്ലാം മനുഷ്യനിലൂടെയാണ്. ദൈവം നേരിട്ട് ചെയ്യേണ്ടതിനെ ദൈവം നിങ്ങളിൽ വന്ന് വസിച്ച ദിവസമാണ് പരിശുദ്ധാത്മാവ് വസിച്ച ദിവസം. ഇപ്പോൾ ദൈവത്തിന്റെ ഓഫീസ് നിങ്ങളാണ്. നിങ്ങളിലൂടെ ഈ ഭൂമിയിൽ ചിലത് ചെയ്യാനാവാൻ നിങ്ങളിൽ വസിക്കുന്നേ. അവന്റെ കൈ എന്ന് പറയുന്നത് നിന്റെ കൈയാണ്. സ്വർഗമേ കൈ നീട്ടണമേ. പ്രാർത്ഥന നിർത്തോ. നീ നീട്ടിയാൽ അവന്റെ കൈ നീട്ടും. ഒന്ന് ആർത്ത് വിളിച്ചേ. എനിക്ക് ഹോളിൽ തീ കത്തുന്നത് കാണാൻ കേട്ടോ. ഈ പകൽ മുതൽ ചിലരുടെ കൈകളിലൂടെ അസാധാരണമായ പ്രവർത്തികൾ നടക്കുന്നത് കാണാം. ദൈവ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് കാണാം. അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി ഇത് മാറുന്നത് കാണാം. നിങ്ങളുടെ കൈകൾ അസാധാരണമാണ്. നിങ്ങൾ ആർത്താൽ ജെരിഹോ ഇല്ലാതാകും. നിങ്ങൾ നടന്നാൽ എരിഹോ ഇടിഞ്ഞു വീഴും. നിങ്ങൾ ചവിട്ടിയാൽ യോർദാൻ ഇല്ലാതാകും. നിങ്ങൾ ചവിട്ടിയാൽ യോർദാൻ പിരിഞ്ഞു പോകും. നിങ്ങളുടെ കൈ നീട്ടിയാൽ സമുദ്രം ഇല്ലാതാകും. നിങ്ങളുടെ കൈ വെച്ചാൽ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ വാ തുറന്നാൽ ഭൂതങ്ങൾ പുറത്തു പോകും. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവം പ്രവർത്തിക്കാൻ നോക്കിയിരിക്കരുത്. നീ പ്രവർത്തിച്ചാൽ ദൈവം പ്രവർത്തിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കാൻ നോക്കിയിരിക്കരുത്. നീ സ്റ്റെപ്പ് വെച്ചാൽ സ്വർഗം സ്റ്റെപ്പ് വയ്ക്കുകയാണ്. നീ തുറന്നാൽ ദൈവം തുറക്കുകയാണ്. നീ പറഞ്ഞാൽ സംഭവിക്കുകയാണ്. നീയാണ് ചെയ്യേണ്ടത്. എനിക്കിതിനകത്ത് മുഴുവൻ തീ പടരുന്നത് കാണാം. പെട്രോൾ ഒഴിച്ച് തീ കത്തിയതുപോലെ ഈ ഹോള് കത്തുന്നത് കാണാം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഹോളിൽ ചലിക്കുന്നത് കാണാം. അസാധാരണത്വം ഉളവാക്കുന്നത് കാണാം. തീ, the fire, chatarana salakaba, the fire. തീ, 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 the തീ. ഈ ഹോളിനകത്ത് ഒരാൾക്ക് പോലും നിൽക്കാൻ കഴിയാത്ത ദൈവശക്തി കൊണ്ട് ഈ ഹോള് മുഴുവൻ തീ പിടിക്കട്ടെ. ഫയർ, 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 തീ, 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 തീ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കരുത്. നാണക്കേട് നോക്കല്ലേ. നിങ്ങൾക്ക് ഓടാനാ തോന്നിക്ക് ഓടാ, തുള്ളിച്ചാടാനാ തോന്നിക്ക് തോടാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലികളിൽ ചലിക്കുകയാ.
ഉരുളാനാ തോന്നി ഉരുള. Fire! യേശു പറയുവാ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞിട്ടും ഒന്നും നടക്കാത്ത ഒന്നുമല്ല സഹോദരങ്ങളെ, നിങ്ങൾ അതിനു വേണ്ടി സ്റ്റെപ്പ് വെക്കാത്തതാണ്. ദൈവം ചെയ്യട്ടെ, നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയാൽ സ്വർഗം അതിനെ മേൽ ചെയ്യാനായി തുടങ്ങുക. ലൂക്കോസ് 10:16 വായിക്കാവോ? ലൂക്കോസ് 10:16 വായിക്കാവോ? നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്കുകൾ കേൾക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നിന്റെ വാക്ക് ആരെങ്കിലും കേട്ടാൽ അത് എന്റെ വാക്ക് കേൾക്കണ പോലെയാണ്, യേശുവിന്റെ വാക്ക് കേൾക്കുന്ന പോലെയാണ്. ഒരിക്കൽ കൂടെ പറ, ആരെങ്കിലും യേശുവിന്റെ വാക്ക് കേട്ടാൽ അത്ഭുതം നടക്കാതിരിക്കുമോ? എങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദിവസമാണിപ്പോ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ ആരുടെ വാക്ക് കേൾക്കുന്നു? അപ്പൊ നമ്മൾ പറയുമ്പോ ആരുടെ വാക്കാ വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വാക്ക് ഇത്രയും നാൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ലല്ലോ, ഇത്രയും വർഷമായിട്ട് സംസാരിക്കുമല്ലേ. പക്ഷെ ഇവിടെ പറയുന്ന കേട്ടോ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ നിങ്ങളുടെ വാക്കുകളല്ല, അതെന്റെ വാക്കുകളാണ്. എന്റെ പൊന്നു സഹോദര, ഈ കൈ കൊണ്ട് വേണ്ടാത്ത സ്ഥലത്ത് തൊടരുത് എന്ന് പറഞ്ഞ സെക്ഷുവലായ കാര്യങ്ങളിലും അവയവങ്ങളിലും നിന്റെ കൈ തടരുത്. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ലൈംഗികമായി ഒരാളെ സ്പർശിക്കരുത്. ഈ കൈ വിശുദ്ധമാണ്. എന്താ ഹല്ലേലൂയ പറയാത്തെ? ഈ കൈകൾ എവിടെ തൊടാനുള്ളതാ? ഈ കൈകൾ കർത്താവിന്റെ കൈകളാ. നിന്റെ ഭാര്യ ഒഴികെ വേറൊരു സ്ത്രീയെ തൊടരുത്. എന്താ ആമേൻ പറയാത്തെ? ഏതെങ്കിലും പുരുഷനെ തൊടാനുള്ളതല്ല നിന്റെ ശരീരം, നിന്റെ ഭർത്താവ് ഒഴികെ. ഈ അവയവങ്ങൾ യേശുവിന്റെ അവയവങ്ങളാണ്. പറ ആമേൻ പറ. ഒന്ന് കര ഉയർത്തി പറഞ്ഞേ, ഈ കൈകൾ യേശുവിന്റെ കൈകളാണ്. ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വരച്ചിട്ട് പറ, ഈ ശരീരം എന്റെ ഭർത്താവ് ഒഴികെ, ഭാര്യയാണെങ്കിൽ ഭാര്യ ഒഴികെ വേറെ ആരും തൊടാനുള്ളതല്ല, ഇത് യേശുവിന്റെ ശരീരമാണ്. വാ തുറന്നേ, എന്നിട്ട് ഈ ചുണ്ടിലോട്ട് വായിലോട്ട് കൈവച്ചേ, എന്നിട്ട് പറ, ഈ വായ് മോശം പറയാനുള്ളതല്ല, യേശുവിന്റെ വായാണ്, യേശുവിന്റെ വായാണ്. അപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ യേശുവിന്റെ വാക്കുകളാണ്. ഒരു വായിൽ നിന്ന് കയ്പും മധുരവും കൂടെ പറ്റത്തില്ല. ബ്രദറെ, എന്റെ കാര്യത്തിൽ ഞാൻ വെയിറ്റ് നിന്റെ കൈകൾ യേശുവിന്റെ കൈകളാകണം. ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നിന്റെ കൈകൾ യേശുവിന്റെ കൈകളാണ്. ആരെങ്കിലും ദേഹത്ത് അഴുക്ക് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് വൃത്തിയാകണം. അതിനാ തിരുമേശ. അഴുക്ക് പറ്റിച്ചവരുണ്ടാവാം. എന്ന് പറ, ഇനി ഞാൻ അഴുക്കിന് ഈ കൈകളെ വിട്ടുകൊടുക്കത്തില്ല. ഈ കൈകൾ യേശുവിന്റെ കൈകളാണ്. ഈ യേശുവിന്റെ വായാണ്. ഈ ശരീരത്തിലെ അവയവങ്ങൾ യേശുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. എന്റെ കൂടെ യേശു ഉണ്ട്. ഞാൻ ചെയ്യുന്നത് യേശു ചെയ്യുന്നത്.
ഞാൻ ചെയ്യുന്നത് നോക്കുന്നത്. ചിലർ ഇതിനെല്ലാം പറയുന്നത്, നമ്മൾ ചിലരെല്ലാം പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നതും വിശ്വസിച്ചിട്ടുണ്ടും എന്ന് പറയുന്നത് പോരാ, അതിനെ ആക്ട് ചെയ്യണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടണം. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദം ഉയർത്തിട്ട് പറ, വിശ്വാസത്തിന്റെ പ്രവൃത്തി. മോൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല ബ്രദറെ, ഭാരപ്പെടാതെ കല്യാണം ആലോചിക്കേ. അയ്യോ കല്യാണം ആലോചിച്ചു ബ്രദറെ, ഇനി എന്താ ചെയ്യണ്ടേ? കല്യാണം ഉറപ്പിക്കേ. എന്നോട് ചോദിക്കാതിരിക്കണം ആദ്യം എന്താ ചെയ്യണ്ടേ. ബ്രദർ പറഞ്ഞിട്ടാ ചെയ്തത്, ബ്രദർ പറഞ്ഞിട്ടാ നടത്തിയത്. അല്ല, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നവൻ അത് മനോഹരമായിട്ട് നടത്തുവാൻ വിശ്വസ്തനാണ്. ബ്രദറെ എനിക്ക് വീടില്ല, പ്രാർത്ഥിക്കണേ. പോയൊരു വീട് പോയി കാണുക, അതിന് വിശ്വാസത്തിന് അഡ്വാൻസ് കൊടുക്കുക, അത് നിന്റേതാവും. നീ നോക്കുന്നതെല്ലാം നിന്റെ കൈകളിലേക്ക് വരും. നീ കാൽ ചവിട്ടുന്ന ദേശം മുഴുവൻ അത് നിനക്കുള്ളതാകും. അബ്രഹാമേ, തല ഉയർത്തി നോക്ക, നീ നോക്കുന്നത് മുഴുവൻ നിനക്കുള്ളതാകും. ഓ, നീ കണ്ണു തുറന്ന് നോക്കുന്നതല്ല. I am the seed of Abraham. ഞാൻ ദൈവത്തിന്റെ അബ്രഹാമിന്റെ സന്തതിയാണ്. ആ വാഗ്ദത്തം എനിക്കുള്ളതാണ്. ഞാൻ നോക്കുന്നത് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്, പക്ഷേ ആക്ഷൻ ഉള്ളവരില്ല. ആക്ഷൻ ഇല്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, എന്തില്ല? പ്രവൃത്തിയില്ല. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം, സ്റ്റെപ്പ് വയ്ക്കണം. ഞാൻ നിങ്ങളോട് പറയാൻ, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്നതിന് വേണ്ടിയാണ് ദൈവം പറഞ്ഞത്. ഉറപ്പുള്ളവനായിരിക്കെ, ധൈര്യമുള്ളവനായിരിക്കെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും കൈക്കൊണ്ടാൽ അത് എന്നെ കൈക്കൊള്ളുന്ന പോലെയാണ്. ആരാണ് സഹോദരങ്ങളെ? അത് ദൈവദാസന്മാരെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അല്ല, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. നിങ്ങളെ ആരെങ്കിലും വീട്ടിൽ സ്വീകരിച്ചാൽ, അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളെ ആരെങ്കിലും വീട്ടിൽ സ്വീകരിച്ചാൽ യേശുവിനെ വീട്ടിൽ സ്വീകരിക്കുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, യേശുവിനെ നിന്നെ വീട്ടിൽ കയറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? ചോദിക്കേ, എന്നെ വിളിച്ചാൽ മതി. പറ, യേശുവിനെ വീട്ടിൽ കയറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നെ എന്ത് ചെയ്യണം? എന്നെ വിളിച്ചാൽ മതി. പറയുന്നില്ല കേട്ടോ നിങ്ങള്. ബ്രദർ വന്ന യേശു വന്ന പോലെ. പക്ഷെ ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. കയ്യും മോശമോ വായും മോശമോ, കയ്യും മോശമോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, യേശു വരണമെങ്കിൽ ഞാൻ വരണം വീട്ടിൽ. യേശു ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചാൽ, ആരെങ്കിലും നിങ്ങളെ റിസീവ് ചെയ്താൽ, നിങ്ങൾ അറിഞ്ഞോണം, നിങ്ങളുടെ കൂടെ വേറൊരുത്തൻ അകത്ത് കയറുന്നുണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഓർത്തോണം, നിങ്ങളല്ല വീട്ടിനകത്തേക്ക് കയറുന്നത്, നിങ്ങളല്ല വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. വേറൊരുവൻ കയറുകയാണ്, വേറൊരുവൻ കയറുകയാണ്. ആ ഉറപ്പ് വരട്ടെ, ആ ധൈര്യം വരട്ടെ,
ഞാൻ ഇനി വീട്ടിൽ ചെന്ന് കയറുമ്പോ ഞാനല്ല കയറുന്നത്, വേറൊരുവൻ കയറുകയാണ്. അവന്റെ പേര് ഉറക്കെ പറ. ഞാൻ വീട്ടിലേക്ക് കയറുമ്പോ, ഞാനൊരു നാട്ടിലേക്ക് കയറുമ്പോ, ഞാനൊരു ബിസിനസ്സിലേക്ക് കയറുമ്പോ, ഞാനൊരു കട തുടക്കുമ്പോ, ഞാനൊരു ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോ, ഞാൻ യേശുവിന്റെ ആൾ രൂപമാണ്. ഒന്ന് കരമുയർത്തിട്ട് പറ, ഞാൻ യേശുവിന്റെ ആൾ രൂപമാണ്. എന്നെ നോക്കിയാ യേശുവിനെ കാണാം. താടിയില്ലെങ്കിലും കാണാം, മീശയില്ലെങ്കിലും കാണാം, പെണ്ണായാലും കാണാം, ആണായാലും കാണാം. അവന്റെ ഛായയിലും സ്വരൂപത്തിലും എന്നെ സൃഷ്ടിച്ചിരിക്കുന്നേ. ഞാൻ അവന്റെ ആൾ രൂപമാണ്. അയ്യോ ബ്രദറെ, ഞങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്തും പ്രശ്നമാ, മന്ത്രവാദിയാ, ഇപ്പുറത്തും മന്ത്രവാദിയാ. അവരുമായിട്ട് നിങ്ങൾ എങ്ങനെയാ സഹകരിക്കുകയൊക്കെ ചെയ്യും ബ്രദറെ. പക്ഷെ ചിലപ്പോ കോഴിയെല്ലാം അകത്ത് കയറി വരും, ചില കോഴിത്തിൽ അകത്ത് എറിഞ്ഞു കളയും, ചിലത് ജപിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കളയും. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ടങ്ങ് ചെല്ലേ. അവന്റെ വീട്ടിലുള്ള സകല മന്ത്രവാദ ചാനങ്ങളും ഇന്ന് പറക്കുന്ന ദിവസമായിരിക്കും. പറ, അവൻ കോഴിയെ പറപ്പിക്കുന്നവനാണെങ്കിൽ, അവൻ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനാണെങ്കിൽ, നീ ചെന്നാൽ അവൻ പറക്കും. പറ, അവൻ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനാണെങ്കിൽ നീ ചെന്നാ അവൻ പറക്കും. കാരണം നീ അവനേക്കാൾ വലിയവനാണ്. നിന്നിലുള്ളവൻ അവനേക്കാൾ വലിയവനാണ്. തുള്ളിച്ചാടിയവന് റിസീവ് ചെയ്യേ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നീ ആരാന്നറിയാവോ? യേശുവിന്റെ സ്വരൂപമാണ്, യേശുവിന്റെ ആൾ രൂപമാണ്. അതുകൊണ്ടാ നിന്നെ തൊട്ട വിവരം അറിയുന്നു പറയുന്നേ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങുകൾക്ക് പോയാൽ ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആളുകളെല്ലാം ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങും. ആളുകള് തണുപ്പത്തിരുന്നാലും തീ കത്തുന്ന പോലെ അനുഭവിക്കാൻ തുടങ്ങും. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രസംഗിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഉണ്ടാവാൻ തുടങ്ങിയതാണ്. ഇന്നും ഈ ഹോളിൽ അസാധാരണമായ ചിലത് നടക്കുക. നിൽക്കാൻ കഴിയാത്ത സാന്നിധ്യം ഒഴുകുന്നു, ഇരിക്കാൻ കഴിയാത്ത സാന്നിധ്യം ഒഴുകുന്നു, അഭിഷേകത്തിന്റെ തീ ഒഴുകുന്നു, ഇതുവരെ ഇല്ലാത്ത ആത്മാനുഭവങ്ങൾ ഒഴുകുന്നു. ആർക്കും അതിനെ ഇനി തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിറയിലും തണുപ്പും ഒക്കെ എന്തിനെയാണെന്നറിയോ? എന്റെ അകത്ത് വേറെ ഒരുവനുണ്ടെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ആരാന്ന് പറയുക. യേശു പ്രസന്നനെ അനുഭവിക്കേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കേ, ആ നിറവ് അനുഭവിക്കേ. ഇന്ന് വീട്ടിലേക്ക് കയറുമ്പോ നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണണം വെളിച്ചം നിറഞ്ഞൊരു ഗോളം. ഞാൻ അകത്തേക്ക് കയറുമ്പോ ആ വെളിച്ചം പ്രവേശിക്കുക.
അതിനകത്ത് ചെയ്തു വെച്ച മന്ത്രവാദങ്ങൾ, ശാപങ്ങൾ, ആഭിചാരങ്ങൾ, ശാപവാക്കുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഞാൻ അകത്തേക്ക് കയറുമ്പോ ചങ്ങലകൾ അഴിയുന്നത് പോലെ അഴിഞ്ഞ് പൊട്ടി അവസാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനിത് പറഞ്ഞപ്പോ ഇവിടെ ഭൂതങ്ങൾ വീഴുന്നു കണ്ടോ? ഇത് തന്നെയാ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും നടക്കുന്നതാണ്. ഞാൻ ഇതുവരെ അതിനെ തൊട്ടില്ല, അതുകൊണ്ട് അത് വീഴാഞ്ഞേ. ഞാൻ ഇതുവരെ പറഞ്ഞില്ല, അതുകൊണ്ട് അത് ഇളകാഞ്ഞേ. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ? നീ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിനകത്തുള്ള മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, നിനക്ക് നേരെ ചെയ്ത ശാപങ്ങൾ, ശാപവാക്കുകൾ, മന്ത്രശക്തികൾ അവ പൊട്ടി തകരുകയാണ്. നിനക്ക് നിന്നെ അറിയാഞ്ഞിട്ടാ സഹോദര, നിനക്ക് നിന്നെ മനസ്സിലാവാഞ്ഞിട്ടാ സഹോദരി. ഇന്ന് പകൽ നീ ചെല്ലുമ്പോൾ നിന്റെ വീട്ടിനകം ഒരു വെള്ളം അഴുകി വിശുദ്ധീകരിക്കുന്നത് പോലെ നിന്റെ വീടിനകം വിശുദ്ധിയിലേക്ക് വരികയാ. തീ 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 the fire. ശക്തി ഇന്ന് ഈ പകൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി അപ്പാ. ഞാൻ നിങ്ങളോട് തൃശ്ശൂരെ നോക്കിയൊരു ദൂത് പറയട്ടെ. തൃശ്ശൂര്, പാലക്കാട്, കോയമ്പത്തൂര്, പട്ടാമ്പി, ആ ഭാഗങ്ങളിൽ വലിയൊരു ചലനം നടക്കുക. ഒരു തീ പടരുകയാണ്, തീ കത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യണം. വീടുകളിൽ ചെന്ന് ഭൂതത്തെ അളക്കണം, രോഗികളെ സൗഖ്യമാക്കണം, എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരണം. ഇത് അതിന്റെ കാലഘട്ടമാണ്, ഇത് അതിന്റെ സീസണാണ്. ഭൂതത്തെ അളക്കാൻ ഒരു ദൈവദാസനും വരണ്ട. നീ വീട്ടിൽ കയറിയ മന്ത്രവാദം തീരും, നീ വീട്ടിൽ കയറിയ ആ വിചാരം തീരും, നീ വീട്ടിൽ കയറിയ ചിലത് അവസാനിക്കും. നീ ചിലരുടെ വീട്ടിൽ കയറുന്നത് വരെയുള്ളൂ പ്രശ്നങ്ങൾ. നീ ചിലരുടെ വീട്ടിൽ കയറിയാൽ അത് അവസാനിക്കും. അഭിഷേകമപ്പാ, 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 അഭിഷേകമപ്പാ. ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറയട്ടെ. ചിലരുടെ വീട്ടിനകത്തുള്ള ഇരുട്ടിന്റെ സ്ഥലത്ത് ദൈവത്തിന്റെ തീ കത്തി നിൽക്കുന്നു. ഇരുടടഞ്ഞ വീടുകളിൽ വെളിച്ചം നിറയുന്നു. നിങ്ങളുടെ വീട്ടിലെ ബിജു, നിന്നോടാ, സ്പീഡ് കുറഞ്ഞു പോയ സ്ഥലത്ത് സഭ ഇരട്ടി സ്പീഡിലേക്ക് വരുക. നമ്മൾ 50 മൈൽ സ്പീഡിലാണ് പോയെങ്കിൽ അതിന് 1000 മൈൽ സ്പീഡിലായിരിക്കും. ദൈവത്തിന്റെ സ്പീഡ് സഭയിൽ വരികയാണ്. അടുത്തതോ, നിങ്ങളുടെ ബിസിനസിന്റെ സ്പീഡ് വർദ്ധിക്കാൻ പോകുകയാണ്. 100 രൂപ കിട്ടിയിരുന്നിടത്ത് 1000 ആവും, 50 രൂപ 50,000 ആകും. അത് സ്പീഡാക്കാൻ ഗോസ്പലിന്റെ സ്പീഡ് വർദ്ധിക്കുന്നു, ബിസിനസിന്റെ സ്പീഡ് വർദ്ധിക്കുന്നു, എല്ലാ മേഖലയിലും വർദ്ധിക്കുന്നു. രാത്രിയിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നവ ഇനി ആ കട്ടിലിന്റെ അടുക്കൽ വരത്തില്ല. ഞാൻ കാണുന്ന ചില കട്ടിൽ വീട്ടിനകത്ത് ചെല്ലുമ്പോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ നീ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളല്ല, ഇവിടുന്ന് ഇറങ്ങുമ്പോ ചിലത് കേറാനിരിക്കുന്നുണ്ട്. അതൊന്നും ഇനി കേറത്തില്ല. അതല്ല ഇപ്പൊ വെളിപ്പെട്ടു പോകുക. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. നിന്റെ വീട്ടിനകത്ത് യേശുവിന്റെ മഹത്വം, നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. ഞാനത് പറയുമ്പോ എന്റെ ഹൃദയത്തിൽ ഞാൻ കാണുന്നത് പറയാം. എന്റെ വീട് ദൈവ തേജസ് കൊണ്ട് നിറയുന്നു. ആ പ്രദേശത്തുള്ളവരെല്ലാം ആ വീടിനെ നോക്കുന്നു. വീടിന്റെ മനോഹാരിത മാത്രമല്ല, ആ വീടിനകത്ത് വ്യാപരിക്കുന്ന ഗ്ലോറി, ഈ ശരീരത്തിന് മേളിൽ വസിക്കുന്ന ഗ്ലോറി, ആളുകൾ കാണുമ്പോൾ കാണാൻ കഴിയുന്ന ഗ്ലോറി, നിങ്ങളെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഗ്ലോറി. ഞാനത് പറയുമ്പോ ശ്രദ്ധിച്ചോണം. നിങ്ങളിൽ പലരിലും ഗ്ലോറി വ്യാപരിക്കുകയാണ്. ഗ്ലോറി,
ഗ്ലോറി. ജസ്റ്റിനെ നീ പാടുമ്പോ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സോളി നീ വാതിറക്കുമ്പോ ഗ്ലോറി, ഗ്ലോറി. നിങ്ങൾ പല വീടുകളിലും പ്രയർ നടത്തുമ്പോ ഗ്ലോറി, 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 ഗ്ലോറി. നിങ്ങളുടെ തല മുതൽ പാദം വരെ ഗ്ലോറി. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാധീനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്കാരാധന. ഹല്ലേലൂയ. ആ കരം ഉയർത്തിയിട്ട് come on. Oh hallelujah, 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 hallelujah. Oh hallelujah. നിങ്ങളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളുടെ കരങ്ങളിൽ ഷോക്ക് അടിക്കുന്നത് പോലെ, വൈദ്യുതി ചലിക്കുന്നത് പോലെ ദൈവശക്തി ചലിക്കുന്നത് എനിക്ക് കാണാം. നിങ്ങൾ ഇനി കൈകൾ വെക്കുന്നത് തീ കത്തുന്നത് പോലെ ആളുകൾ അനുഭവിക്കുകയാണ്. ഇനി നിങ്ങൾ കൈകൾ വെക്കുമ്പോ ആളുകൾ പറയുന്നത് വിറയ്ക്കുന്നു, ശരീരത്തിൽ എന്തോ പ്രവേശിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ തീ ചലിക്കുകയാണ് ഈ കൈകളിൽ. ദൈവ സാന്നിധ്യം. The anointing of God, the fire of God. ഈ സമയത്ത് അതിനെ റിസീവ് ചെയ്തോണം. അടുത്തിരിക്കുന്നവരെ നോക്കല്ലേ, റിസീവ് ചെയ്തോണം. നിങ്ങളെല്ലാവരുടെ കൈകളിൽ എന്തോ വന്ന് പിടിക്കുന്നത് പോലെ ചിലത് അനുഭവിക്കുന്നവരായിരിക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവരും. പരിസരം നോക്കല്ലേ, സാഹചര്യം നോക്കല്ലേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കേ. ഉരുളുന്നവർ ഉരുളട്ടെ, ഓടുന്നവർ ഓടട്ടെ, വീഴുന്നവർ വീഴട്ടെ, തുള്ളിച്ചാടുന്നവർ തുള്ളിച്ചാടട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. തീ 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 തീ. ഓ ഹോ 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 ഹോ. റിനനനനനനനനിയാന്തോ രാധനനനനിയാന്ത ലോകോ രാധനനനിയാന്ത ലോകോ ലോകോ. ജി 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 ജി. തൃശൂർ അടുത്തൊരു പ്രതലത്തിലേക്ക് ചലിക്കുന്നു. തൃശൂർ ഡിസ്ട്രിക്ട്, പാലക്കാട്, കോഴിക്കോട്, ഈ ചുറ്റളവിൽ മുഴുവൻ ഒരു തേജസ് ചലിക്കുന്നു. ഗ്ലോറിയുമായി സഭ എഴുന്നേൽക്കുന്നു. സവാധി ഗ്ലോറി. Manana masini kono kosi baba lata ba mana rasi kironoma rita mana rakasi monoro. Hallelujah, hallelujah, hallelujah. Oh എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം വരുവാ. എനിക്ക് ഇതിനകത്തേക്ക് ഒരു പകർച്ച നടക്കുന്നത് കാണാം. എനിക്ക് അസാധാരണമായ ഒരു പകർച്ച നടക്കുന്നത് കാണാം. ഞാൻ എൻ്റെ ആത്മാർത്ഥതയിൽ പറഞ്ഞ കുറച്ചു നേരം പ്രസംഗിക്കണം, ചിലരുടെ ദൂത് പറയണം എന്നൊക്കെ മാത്രം ചിന്തിച്ചാണ് ഞാൻ വന്നേ. പക്ഷേ എനിക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്, എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയാം കേട്ടോ. ഇന്ന് നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ ഇത് ഓർത്തുകൊണ്ട് പോകണം. നിങ്ങൾ കയറുമ്പോൾ കർത്താവും കൂടെ കയറുന്ന കാണണം. പരിസരം നോക്കരുത്. വാതിൽ തുറക്കുമ്പോൾ സ്വപ്നം കാണണം. എൻ്റെ കൂടെ ആ തീ അകത്തേക്ക് പ്രവേശിക്കുന്നു. ചില റൂമിലേക്ക് ചെല്ലണം. നിങ്ങളെ അഴുക്ക് ചിന്തയിലേക്ക് നടത്തുന്ന ആ റൂമിൽ ചെല്ലണം. എന്നിട്ട് പറയണം ഇതിനകത്ത് മുഴുവൻ ദൈവത്തിന്റെ തീ വീഴുകയാണ്. നിങ്ങൾ ആ റൂമിൽ ചെല്ലണം. ആ കിടക്കയിൽ ഇരിക്കണം, ആ കസാരയിൽ ഇരിക്കണം.
നിങ്ങളെ സ്വാധീനിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലണം. എന്നിട്ട് പറയണം, ദൈവത്തിന്റെ തീ ചലിക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ പറ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പകൽ അത് സംഭവിച്ചിരിക്കും. ഈ പകൽ സംഭവിച്ചിരിക്കും. അങ്ങോട്ടും കൂടെ നോക്കല്ലേ, ഈ പകൽ നടക്കും. നിങ്ങളുടെ കട്ടിലിന്റെ അടുക്കൽ നിന്ന്, നിങ്ങളുടെ റൂമിൽ നിന്ന്, നിങ്ങൾ താമസിക്കുന്ന ഇടത്തു നിന്ന് സകല ഇരുട്ടും ഇറങ്ങിപ്പോകുന്നു കാണണം. പകരം തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. അടുത്തിരിക്കുന്നവരെ നോക്കാതെ അല്പനേരം കണ്ണുകളടച്ച് ആരാധിക്കുന്നവർ ആരാധിച്ചും പ്രാർത്ഥിച്ചും നിന്ന് ആ സാന്നിധ്യം അനുഭവിച്ച്, നിങ്ങളൊരു തീ കഷ്ണമായി ചെല്ലുന്നു. തീ കനല് പോലെ നിങ്ങളാകുന്നു. ഒരു വലിയ വെളിച്ചം കത്തുന്നതുപോലെ നിങ്ങളുടെ ദേഹം കത്തുന്നു. തീ പിടിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ദേഹമാകുന്നു. നിങ്ങൾ കയറി ചെല്ലുന്ന വീട് അതുപോലെ കത്തുകയാണ്, കത്തുകയാണ്. വീട്ടിനകത്ത് ആ തീ കത്തുകയാണ്. നിങ്ങളുടെ തകർച്ചയുള്ള ബിസിനസ്, നിങ്ങളുടെ ആക്സിഡന്റ് ആകുന്ന വാഹനം, നിങ്ങളുടെ തകർച്ചയായിരിക്കുന്ന വാഹനം, ലോൺ അടയ്ക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ, ജപ്തിയായിരിക്കുന്ന ഇടങ്ങൾ, അവിടെ എല്ലാം തീ 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 തീ. ഗ്ലോറി ഇറങ്ങുന്നല്ലോ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നല്ലോ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നല്ലോ, ദൈവത്തിന്റെ തേജസ്. ഹാ 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 ഹാ. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും അല്പനേരം കൂടെ സമയം ചെലവഴിച്ച്, കാരണം ഇതിനകത്ത് എന്തോ നടക്കുകയാണ്. കൈകളടിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും കർത്താവിനെ മഹത്വം കൊടുത്തു വരുന്നേ, എന്തോ ഇതിനകത്ത് സംഭവിക്കുകയാണ്. പ്രവചിക്കട്ടെ ആളുകൾ, ദർശനം കാണുകളുടെ ആളുകൾ. ഈ ആഴ്ച പാറശാല മീറ്റിംഗ്, കഴിഞ്ഞ ആഴ്ച പാറശാല മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ അഗ്നി ആവരിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ മീറ്റിംഗ് നിർത്തിയിട്ട് തിരിച്ചു പോന്നിട്ടും വീട്ടിൽ നിന്ന് പോന്നിട്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ആളുകൾ അവിടുന്ന് പോയിട്ടില്ല. 6, 7, 8 വയസ്സുള്ള കൊച്ചുങ്ങൾ കിടന്ന് പ്രവചിക്കുകയാണ്. ആ ഗ്ലോറി ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കാണുക ചർച്ചകളിലെല്ലാം. നിങ്ങൾ എഴുതി വെച്ചോ, തൃശ്ശൂരും ഈ പ്രാന്ത പ്രദേശങ്ങളിലും മുഴുവനും ആ മഹത്വം ചലിക്കുകയാണ്, ആ മഹത്വം ചലിക്കുകയാണ്. നിങ്ങൾ നിൽക്കുമ്പോൾ ആളുകൾക്ക് തോന്നി ഇങ്ങരല്ലല്ലോ നിൽക്കുന്നതെന്ന്. അതുപോലെ മഹത്വം ചലിക്കുകയാണ്, അതുപോലെ ഗ്ലോറി ചലിക്കുകയാണ്, അതുപോലെ ഗ്ലോറി ചലിക്കുകയാണ്. ഇനി നിങ്ങൾ പാപത്തിൽ വീഴത്തില്ല, നിങ്ങൾ വ്യഭിചാരത്തിൽ വീഴത്തില്ല, മോഷണത്തിൽ കാപട്യത്തിൽ വീഴത്തില്ല. ദൈവത്തിന്റെ ഗ്ലോറി ചലിക്കുകയാണ്, ദൈവത്തിന്റെ മഹത്വം ചലിക്കുകയാണ്, ദൈവത്തിന്റെ മഹത്വം ചലിക്കുകയാണ്. ഗ്ലോറി 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 ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഒരു ഖനം വന്നിരിക്കുന്നത് പോലെ ഹോളിനകത്ത് ദൈവത്തിന്റെ ഖബ വരികയാണ്. ഗ്ലോറി, presence of God. Chidinina kana no tona sana dikolo rani nina kosa kani nina ki na. Glory, 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 glory. Thank you, Holy Spirit.
Thank you, Holy Spirit. Thank you, Holy Spirit. എൻ്റെ ചർച്ചിലെ ലീഡേഴ്സ് ഒന്ന് മുന്നോട്ട് വരാവോ? ലീഡേഴ്സ് ഒന്ന് മുമ്പിലോട്ട് വരാവോ? ലീഡേഴ്സ് ഒന്ന് മുമ്പിലോട്ട് വരാവോ? ഏതെങ്കിലും കാര്യങ്ങൾ, കൊയറിന്റെ പിള്ളേര്, ലീഡേഴ്സ്, അങ്ങനെയുള്ളവരൊന്ന് മുന്നോട്ട് വരാവോ? സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് നിൽക്കുവാൻ ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരാവോ? എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഇതിനകത്ത് ഹോളിനകത്ത് സ്ഥലമില്ലെന്നൊക്കെ എനിക്കറിയാം, മൈനു. പക്ഷെ എന്തോ നടക്കുന്നതും അറിയാതെ പോലെ. മേനോനോസിലിയ, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുള്ളവർ താഴോട്ട് വന്നാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഒരു തേജസ്സുമായിട്ട് നിങ്ങൾ സഞ്ചരിക്കാൻ പോവാണ്. ബി സീരിയസ്. നിങ്ങളൊരു തേജസ്സുമായിട്ട് നടക്കാൻ പോവാ. എല്ലാവർക്കും വരാൻ കഴിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിൽക്കാൻ കഴിയുന്നവർ അവിടെ ഇവിടെ നിന്നാട്ടെ. മാക്സിമം പേര് വന്നാട്ടെ. അങ്ങ് പുറകെ കിടക്കുമല്ലേ? ഓക്കെ. ഒരു വ്യത്യസ്തമായ എന്തോ സംഭവിക്കുക ഇതിനകത്ത്. The glory is going to rest upon you. Glory is moving with you. Fire! ചിലര് പ്രവചിക്കാൻ തുടങ്ങട്ടെ അപ്പാ, പ്രവചിക്കാൻ തുടങ്ങട്ടെ അപ്പാ, പ്രവചിക്കട്ടെ അപ്പാ. Come on. ഇവരുടെ നാവുകളിൽ പ്രവചന ശബ്ദം ഉണ്ടാകട്ടെ. ഇവർ ആളുകളെ നോക്കി പ്രവചിക്കട്ടെ, പട്ടണങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. The fire. ഇവർ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യട്ടെ, പട്ടണങ്ങളെ കുലുക്കട്ടെ. Power of the anointing. ചിലരുടെ കൈകളിൽ ദൈവ അധികാരത്തിന്റെ ചെങ്കോൽ തരുന്നു. ചിലരുടെ കൈകളിൽ അധികാരത്തിന്റെ കോൽ തരുന്നു. അവർ ചിലതിനെ അധികാരത്തോടെ ശുശ്രൂഷിക്കാൻ പോകുന്നു. ചിലതിന്റെ കയ്യിൽ ഒരു അളവ് നൂല് തരുന്നു. ചിലതിന്റെ കയ്യിൽ അളവ് നൂല് തരുന്നു എന്ന് പറഞ്ഞാൽ ചിലതിനെ അളന്ന് വിഭാഗിക്കുവാൻ, ദേശങ്ങളെ പിടിക്കുവാൻ, പട്ടണങ്ങളെ പിടിക്കുവാൻ, അവകാശങ്ങളെ കൈവശമാക്കുവാൻ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നു. ചിലത് പ്രവചിച്ചു തുടങ്ങാം, അന്യഭാഷയിൽ ചിലർ പ്രവചിച്ചു തുടങ്ങാം. കമാൺ, കമാൺ. തീ കൊണ്ട് നടക്ക, തീ കൊണ്ട് നടക്ക, തീയുമായി നടക്ക, തീയുമായി നടക്ക. മഹത്വത്തിൻ പ്രത്യാശയായവൻ, ഓ ആമീൻ എന്ന പേരുള്ളവൻ, മഹത്വത്തിൻ പ്രത്യാശയായവൻ, ഓ ആമീൻ എന്ന പേരുള്ളവൻ, മഹത്വത്തിൻ
പ്രത്യാശയായവൻ. ഒരിക്കൽ കൂടെ ആമേൻ എന്ന പേരുള്ളവൻ, മഹത്വത്തിന്റെ പ്രത്യാശയായവൻ. സഹോദരങ്ങളെ, ഇന്നു മുതൽ നിങ്ങൾ തല തിരിച്ചു വെച്ചതുപോലെ മാറുവാനായി പോകുന്നു. ഈ ദിവസം നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങളുടെ വീടുകളിൽ എഴുതി വെച്ചോ. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെല്ലുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. നിങ്ങളുടെ വീടുകളിലെ സ്ഥിതികൾ മാറുന്നു. ഒരു ടേൺ അറൗണ്ട് വരുന്നു, ഒരു യു ടേൺ വരുന്നു. ഇതാ തിരിഞ്ഞു വരുന്നത് പോലെ ചിലർ തിരിഞ്ഞു വരുന്നു. ഓ ആമേൻ എന്നു പേരുള്ളവൻ, മഹത്വത്തിന്റെ പ്രത്യാശയാ